ഹായ് ഫ്രണ്ട്സ്, റോളക്സ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 1986 മോഡൽ മഹീന്ദ്രയുടെ തന്നെ ഒരു കട്ട് ജീപ്പാണ്. ഈ വാഹനത്തിൻ്റെ ലുക്ക് വൈസ് നോക്കുമ്പോൾ കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു ആൾട്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുത്താതെ പക്ക ട്രാക്കിന് വേണ്ടി മാത്രം പണിതിറക്കിയിരിക്കുന്ന ഒരു വണ്ടി കൂടിയാണെന്ന് നമുക്ക് വണ്ടിയെ പറയാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ലുക്ക് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ആ 7 സ്ലോട്ടോട് കൂടി വരുന്നിരിക്കുന്ന ആ ഒരു ഗ്രില്ല് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ആ ഒരു ക്രോം ഇൻസേർട്ട് വരുന്ന ഒരു റിങ് കൊടുത്തിരിക്കുന്ന ഒരു ഹെഡ് ലാമ്പ് ആഡ് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. അതിന് താഴെയായിട്ടാണ് ഈ വാഹനത്തിന് ടേൺ ഇൻഡിക്കേഷൻ ഉള്ള ഒരു ലാമ്പ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ടവേരയുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു യൂണിറ്റ് മൗണ്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. ഫ്രണ്ട് ബമ്പറിൻ്റെ ഒരു ഏരിയയിലോട്ടൊക്കെ നോക്കും വളരെ ഷോർട്ടായിട്ടുള്ള ഒരു നല്ല ഗേജുള്ള തകിടിൽ തീർത്തിരിക്കുന്ന ഒരു ബമ്പറാണ് ഈ വാഹനത്തിന് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. ഫെൻഡറിൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കും നമ്മുടെ ആ പഴയ വില്ലീസിനൊക്കെ വരുന്ന ഒരു കട്ട് ടൈപ്പ് ഫെൻഡറാണ് ഈ മോഡൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ബോണറ്റിൻ്റെ ഏരിയയിലോട്ടൊക്കെ വരുമ്പോൾ അതേ ആ ഒരു 86 മോഡൽ വണ്ടിയുടെ ആ ഒരു ബോണറ്റ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ടോപ്പിലായിട്ട് നമുക്കിവിടെ 2 റബ്ബർ ബുഷ് കൊടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു പടുതയിൽ പോയി കറക്റ്റ് തട്ടി നിൽക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബുഷ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് വന്ന മോഡലുകളിലെല്ലാം ഇത് പിന്നെ വന്നിട്ടില്ല. ഫ്രണ്ട് സസ്പെൻഷനെ പറ്റി പറയുമ്പോൾ ഫുള്ളി നമ്മുടെ മഹീന്ദ്രയുടെ ബൊലേറോയുടെ പിക്കപ്പിൽ വരുന്ന ഒരു സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ലീഫിൻ്റെ ഭാഗത്തോട്ടായാലും ആ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഹൗസിംഗ് എല്ലാം നോക്കുമ്പോൾ നമ്മുടെ 4 വീൽ ഡ്രൈവ് പിക്കപ്പിൻ്റെ ഒരു ഹൗസിങ്ങും ലീഫും എല്ലാമൊക്കെയാണ് ഈ ഒരു മോഡലിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആ ബോഡിയിൽ നിന്ന് ഇത്രയും വൈഡായിട്ട് നമ്മുടെ ആ ഒരു ഹബിൻ്റെ എല്ലാമൊക്കെ ഒരു പൊസിഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർബേഴ്സിനെ പറ്റി പറയുമ്പോൾ പ്രോഫെൻഡറിൻ്റെ തന്നെ ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു അപ്സൈഡ് ഡൗൺ ഷോക്സ് ആണ് ഈ വാഹനത്തിന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പവർ സ്റ്റിയറിങ്ങിൻ്റെ ആ പോയിരിക്കുന്ന ആ ഒരു ഷാഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഒരു ട്രാവലിന് വേണ്ടി മാത്രം നമ്മൾ കസ്റ്റം ചെയ്താണ് ഇതിലെല്ലാത്തിലുമൊക്കെ അങ്ങ് സൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറയാം. അടുത്തതായി നമുക്ക് എൻജിനൊക്കെ ഒന്ന് നോക്കാം. ഒരു മഹീന്ദ്രയുടെ ബൊലേറോയുടെ പിക്കപ്പിൻ്റെ എൻജിനാണ് ഈ ഒരു ജീപ്പിലോട്ട് സൂട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഒരു 2500 cc 4 സിലിണ്ടർ ടർബോ ചാർജ്ഡ് ഡീസൽ എൻജിനാണ്. ആ ടോപ്പ് കവറിനൊക്കെ വളരെ മനോഹരമായ റെഡ് കളറിൽ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ പൊസിഷൻ ഇവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ട്രാക്ക് ഓടുന്ന വണ്ടി ആയതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ കൂടിയൊക്കെ ബോണറ്റിൻ്റെ ഒരു ലെവലൊക്കെ ഓടിച്ച് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളിൽ ഈ വാഹനത്തിന് ഒരു കസ്റ്റം മെയ്ഡ് സ്നോർക്കൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എയർ പാസേജിനുള്ള ഒരു പൈപ്പും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഈ പോയിരിക്കുന്നത് കാണുന്നത്. അതിൻ്റെ ഒരു ഔട്ട്ലെറ്റിൻ്റെ പൊസിഷൻ ഇൻലെറ്റിൻ്റെ പൊസിഷൻ ഇവിടെ ഒരു കസ്റ്റം മെയ്ഡ് സ്റ്റീൽ പൈപ്പിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ നമ്മുടെ ഡീസൽ പമ്പ് ആൾട്രേഷൻ ചെയ്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു JCBയുടെ പമ്പാണ് ഈ ഒരു ബൊലേറോയുടെ എൻജിനിലോട്ട് സൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രാക്കിൽ നമുക്ക് അത്രയും പവർഫുൾ ആയിട്ട് ഈ ഒരു എൻജിൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ബൊലേറോയുടെ മാസ് സിലിണ്ടറും ബൂസ്റ്ററും എല്ലാം ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. വളരെ നീറ്റായിട്ടാണ് ഈ എല്ലാ എലമെൻസും ഈ ഒരു എൻജിൻ റൂമിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ബോണറ്റ് ക്ലോസ് ചെയ്യാം. പിന്നെ ബോണറ്റിൽ ഇൻസുലേഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. വശക്കാഴ്ചകളിലും തൊട്ട് നോക്കുമ്പോൾ ഈ വാഹനത്തിന് ഏറ്റവും കൂടുതൽ ക്യാച്ച് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു പെയിൻറ് ജോബാണ്. ഈ ഒരു കളറിന് വളരെ മാച്ച് ചെയ്യുന്ന രീതിയിൽ മാറ്റ് ബ്ലാക്ക് എലമെൻറ്റിലാണ് ഈ വാഹനത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ എലമെൻറ്റും എല്ലാക്കി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. ഫ്രണ്ട് ടയർ സൈസിലോട്ട് നോക്കുമ്പോൾ ഒരു 235/75 R15 ഇഞ്ചിൻ്റെ മാക്സിൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സാണ് ഈ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിന് സൂട്ടാവുന്ന രീതിയിൽ തന്നെ ഒരു 8G ഓഫ്സെറ്റ് വരുന്ന ഒരു സ്റ്റീൽ റിമ്മ് കൂടി ഇതിന് ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. പിന്നെ ഈ വാഹനത്തിന് ഫ്രണ്ടിൽ ആൾട്രേഷൻ ചെയ്ത് ഡിസ്ക് ബ്രേക്കാണ് ആക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ പഴയ ഒരു മേജനെല്ലാം വരുന്ന ഒരു എയർ വെൻ്റ് ഈ വാഹനത്തിന് അതുപോലെ തന്നെ നിലനിർത്തി എന്ന് പറയുന്നതാണ്. ബാക്ക് വീലാർച്ചിലോട്ട് നോക്കുമ്പോൾ വണ്ടിയുടെ
ടയറിന് അത്രത്തോളം ട്രാവൽ കിട്ടാൻ വേണ്ടി നമ്മൾ വീൽ അറച്ച് കുറച്ചുകൂടി ഹൈറ്റും കൂട്ടിയിട്ടുണ്ട്, കുറച്ചുകൂടെ വൈഡറും ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് കാണുമ്പോൾ അത് കറക്റ്റ് മനസ്സിലാവും ഈ വീൽ അറച്ച് എത്രത്തോളം വൈഡ് ആക്കിയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫുഡ് സ്റ്റെപ്പ് കൂടി ആഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു അകത്തോട്ടായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ആ മഫ്ലറിൻ്റെ എല്ലാം ഒരു പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. ആ ബെൻഡ് പൈപ്പ് എല്ലാം നല്ല ഹൈറ്റിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാക്കിലൊക്കെ പോകുമ്പോൾ ഇതിൽ കയറി തട്ടി ഇതിന് ഡാമേജ് ഒന്നും വരാനുള്ള ഒരു ചാൻസും ഇല്ല. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഷാസിൽ നിന്നൊരു ബോഡി ഒരു 2 ഇഞ്ച് ലിഫ്റ്റ് കൂടി ചെയ്തിട്ടുണ്ട്. ബാക്ക് എന്നുള്ള ഒരു ലുക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു ഓൾഡ് മോഡൽ വില്ലീസിൻ്റെ ഒരു ടെയിൽ ലാമ്പാണ് ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബമ്പറിൻ്റെ ഏരിയയിലോട്ട് നോക്കുമ്പോൾ വളരെ ഗേജ് ഉള്ള ഒരു തകിടിലാണ് ബാക്ക് ബമ്പർ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. അതുപോലെ തന്നെ സൈഡിലായിട്ട് ഓപ്പൺ ചെയ്യുന്ന അതേ ഒരു ഡോറ് തന്നെ ഈ ഒരു മോഡലിൽ നിലനിർത്തിയിരിക്കുന്നു എന്നും നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സെക്കൻഡ് റോ പാസഞ്ചറിന് വേണ്ടിയുള്ള ഒരു യൂണിറ്റ് എല്ലാം നമ്മുടെ ട്രാക്കിന് വേണ്ടിയാണ് ഈ ഒരു വണ്ടിയിലോട്ട് ചെയ്തെടുക്കുന്നത്. ടോപ്പിലായിട്ട് നമുക്ക് വളരെ മനോഹരമായ ഒരു അലൂമിനിയം ഷീറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ പൊസിഷൻ ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു കസ്റ്റം മെയ്ഡ് ക്ലാമ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ആയിട്ടാണ് ഈ വാഹനത്തിൻ്റെ ആ ഒരു ഫ്യൂൽ ക്യാപ്പിൻ്റെ എല്ലാം പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയാൻ നമ്മുടെ ഈ വാഹനത്തിന് ട്രാക്കിന് വേണ്ടി കട്ടിംഗ് ബ്രേക്കിൻ്റെ ഉള്ള ഒരു യൂണിറ്റുകളാണ്. ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ നമുക്കൊരു കംപ്രസർ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സൈഡിലായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഒരു എയർ സിലിണ്ടർ. ഇതാണ് 2 ബൂസ്റ്ററുകൾ 2 ടയറിനും വേണ്ടി സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വശങ്ങളിലായിട്ട് അതിന് ആക്ച്വേറ്റേഴ്സിനുള്ള യൂണിറ്റും റിലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ക്രെയിനിൽ വരുന്ന ഒരു ബൂസ്റ്ററാണ് ഈ ഒരു മോഡലിലോട്ട് നമ്മൾ സൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീലിലോട്ട് നോക്കുമ്പോൾ ബാക്ക് ഡിസ്ക് ബ്രേക്കിൽ നമുക്ക് 2 കാലിപ്പറുകൾ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. 2 വശത്തോട്ട് നോക്കുമ്പോൾ 4 കാലിപ്പർ വന്നിട്ടുണ്ട്. അതിൽ 2 കാലിപ്പർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ പെഡലിൽ നിന്ന് വരുന്നതും ബാക്കി 2 കാലിപ്പറിന് 2 സൈഡിൽ നിന്നുള്ളത് നമുക്ക് ഈ ഒരു ഡ്രൈവറിനും കോ ഡ്രൈവറിനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ആ ഒരു ഗിയർ ലിവറിൽ 2 സൈഡിലായിട്ടും ആക്ച്വേറ്റ് ചെയ്യാൻ വേണ്ടി 2 ആക്ച്വേറ്റേഴ്സ്, അതുപോലെ തന്നെ കോ ഡ്രൈവറിൻ്റെ ഗ്രാബ് ഹാൻഡിൽ ടോപ്പിലായിട്ട് 2 സ്വിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇൻറ്റീരിയറൊക്കെ ഒന്ന് നോക്കാം. ഒരു കസ്റ്റം മെയ്ഡ് ഡോറ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ട്രാക്കിന് വേണ്ടി ഈ വാഹനത്തിന് ഫുള്ളായിട്ടൊരു നല്ല റോൾ കേജ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സ്റ്റിയറിംഗ് വീലിലോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മുടെ JCBയിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു മോഡൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. കാര്യം നമ്മൾ ഈ കട്ടിംഗ് ബ്രേക്ക് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് 2 കൈയൂടെ വെച്ച് നമുക്ക് ട്രാക്കിൽ ഈ വണ്ടി മാനേജ് ചെയ്യാൻ പാടായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു JCBയുടെ ഈ ഒരു നോബ് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീല് ഈ ഒരു വാഹനത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഡാഷ്ബോർഡിൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് സെൻട്രലായിട്ട് തന്നെ നമ്മുടെ സ്പീഡോമീറ്ററും ഫ്യൂൽ ഗേജും ബാറ്ററിയുടെ ആംബിയറിൻ്റെ ഗേജും സൈഡിലായിട്ട് ഇവിടെ ഒരു ടെമ്പറേച്ചർ ഗേജും അതിന് ടോപ്പിലായിട്ട് നമ്മുടെ ഓയിൽ പ്രഷറിൻ്റെ ഒരു ഗേജും എല്ലാം കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ടാണ് ഈ വാഹനത്തിൻ്റെ നമ്മുടെ ആ ഒരു ബാക്കിൽ വന്നിരിക്കുന്ന എയർ കംപ്രസറിൻ്റെ ഒരു ഗേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് അത് ആ ഒരു ഗേജ് അച്ചീവ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കംപ്രസർ കട്ടാവുന്നതാണ്. അതിനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മളിവിടെ നമുക്ക് അത്യാവശ്യമുള്ള വാർണിംഗ് ലൈറ്റിനുള്ള ഒരു ചെറിയൊരു ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ആ ഗിയർ ലിവറിൽ ആ കട്ടിംഗ് ബ്രേക്കിനുള്ള 2 സ്വിച്ചസ് ലെഫ്റ്റിനും റൈറ്റിനും വേണ്ടിയുള്ള സ്വിച്ച് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിന് ഒരു 4+1 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമ്മൾ ആ ഒരു 4 വീൽ ഡ്രൈവിൻ്റെ ഒരു കുട്ടി ലിവറെല്ലാം കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. ഈ വശത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കോ ഡ്രൈവറിന് ആക്സസ് ചെയ്യാൻ പറ്റിയ ലെഫ്റ്റ് റൈറ്റിനുള്ള കട്ടിംഗ് ബ്രേക്കിനുള്ള സ്വിച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ വണ്ടി കൊണ്ട് ചെറിയൊരു സ്പിന്ന് പോയി. ഇതിപ്പോൾ ഗ്രൗണ്ടാണ്, റോഡ് ലീഗലല്ല ഈ വണ്ടി. ഇവിടെയാണ് ഇതിൻ്റെ കട്ടിംഗ് ബ്രേക്ക് വരുന്നത്. നല്ല സൗണ്ട് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ കംപ്രസർ ഓണാക്കിയിട്ടിരുന്നാൽ അതിൻ്റെ ഒരു കറക്റ്റ് സൗണ്ട് കേൾക്കും. ഇവിടെ നമുക്ക് ആ ഒരു കട്ടിംഗ് ബ്രേക്ക് വന്നിട്ടുണ്ട്. ക്ലച്ചൊക്കെ അത്യാവശ്യം ടൈറ്റ് ആണെങ്കിൽ ഗിയർ എല്ലാം കടകട വീഴുന്നുണ്ട്. ഗിയറിന് ഉടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റിയറിംഗ് വളരെ ചെറുതാണെങ്കിലും നല്ല രസമുണ്ട്. നല്ല ഫ്രീ ആണ്, ഒട്ടും ടൈറ്റ് ഇല്ല. നമുക്ക് ഇങ്ങനെ ഒറ്റ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് തിരിക്കാം.
ബ്രേക്കും എല്ലാം നല്ല രസമുണ്ട്. മറ്റേ പഴയ ജീപ്പ് പോലെ വലിയ ട്രാവലൊന്നും ഇല്ല സ്റ്റിയറിങ്ങിന്, ചെറിയൊരു ട്രാവൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ഇതിന്റെ ബാക്ക് ഹൗസിങ് വരുന്ന ലോക്കിന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. അതിന്റെ സ്വിച്ച് വന്നിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ്. ഇനിയിപ്പോ അത് എൻ്റെ ഒരു ആക്സിലേറ്റർ താണ്ട ഇവിടെ ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു യൂണിറ്റ്. ലാംഡ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ യൂണിറ്റ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അത് ഞെക്കുമ്പോ ഈ ഒരു സാധനം വന്ന് അതിനെ അങ്ങ് തള്ളുന്നതാണ്. ആ ഓക്കെ. ആ ലോക്കർ ഓണായിക്കോ. ആ ഒരു ആക്സിലേറ്റർ അനങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് കയറിപ്പോയി. ഇനി കട്ടിങ് ബ്രേക്കിന്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വണ്ടിയിൽ ചെയ്ത വർക്കുകളൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്നുള്ളതിൽ എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. എങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ വണ്ടി ഇപ്പോൾ ഇവിടെ കിടന്ന് കറക്കി മൊത്തം തൊളി അടിച്ച് ആ ഒരു ഓഫ് റോഡ് ആംബിയൻസിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ അവതരിപ്പിച്ചതിൽ കുറച്ച് ടെക്നിക്കൽ ടേംസിലൊക്കെ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.